ഇപ്പോൾ റീസെന്റ് ആയിട്ട് വളരെയധികം നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസാണ്. ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. അതായത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, അല്ലെങ്കിൽ ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. പിന്നെ റീസെന്റ് ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ട് വളരെ യങ് ആയിട്ടുള്ള ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ, അതായത് നമ്മുടെ ചുറ്റിനുള്ള ഒരാൾ കുഴഞ്ഞു വീഴുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടു സേവ് ദെയർ ലൈഫ്, അതിനെ പറ്റിയിട്ടാണ്, അതിനൊരു ഇമ്പോർട്ടൻറ്റ് ആക്ടിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനും ഒരാൾ കുഴഞ്ഞു വീഴുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സീൻ സേഫ് ആണെന്ന് അസസ് ചെയ്യണം. അതായത് അയാളും അതായത് കുഴഞ്ഞു വീണ ആളും നമ്മളും ആ ഒരു ചുറ്റുപാടും സേഫ് ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമ്മൾ ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയാള് ഏത് പൊസിഷനിലാണോ ഇപ്പോൾ കിടക്കുന്നത് അവിടുന്ന് അയാളെ മലർത്തി കിടത്തുക. അതായത് അയാളുടെ ഫേസ് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ആൾ കിടക്കേണ്ടത്. കഴിവതും നിലത്തേക്ക് കിടത്താൻ ശ്രമിക്കുക. ഒരു ഹാർഡ് ആയിട്ടുള്ള ഫ്ലോറിലായിരിക്കണം കിടത്തേണ്ടത്. അതിനുശേഷം നമ്മൾ ഇനി നോക്കേണ്ടത് റെസ്പോൺസ് ആണ്. അതായത് ആളിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണശേഷി ഉണ്ടോ എന്ന് നോക്കും. അതെങ്ങനെയാണ് നോക്കുക? നമ്മുടെ രണ്ട് കൈ കൊണ്ട് ആളിന്റെ തോളിൽ തട്ടി നോക്കുക, തട്ടി വിളിക്കുക. ഹലോ, ഹലോ, നിങ്ങൾ ഓക്കെ ആണോ? ഹലോ വിളിച്ചു നോക്കുക. വിളിച്ചതിന് ശേഷം എന്തെങ്കിലും രീതിയിലുള്ള ഞെരക്കോ മൂളലോ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടോ എന്ന് നോക്കാം. ആൾ ഒരു രീതിയിലും പ്രതികരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. നമ്മൾ ഹെൽപ്പ് ലൈൻ നമ്പർ വിളിക്കുക, അതായത് ആംബുലൻസ് വിളിക്കണം. നമ്മുടെ നാട്ടിലെ നമ്പർ 102 ആണ്. ഇവിടെ യുഎയിലെ നമ്പർ 998 ആണ്. ഇനി നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കണം. അതായത് ആള് ശ്വാസം എടുക്കുന്നുണ്ടോ, ആളിന് പൾസ് ഉണ്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത്? ഒരാൾ കുഴഞ്ഞു വീഴാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവാം. ആളുടെ ഹൃദയം നിന്ന് പോയിട്ട് തന്നെയാണോ ആൾ കുഴഞ്ഞു വീണതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൾസ് നോക്കുന്നത്. എങ്ങനെയാണ് പൾസ് നോക്കുന്നതെന്ന് പറയാം. നമ്മൾ നോക്കുന്നത് കഴുത്തിലെ പൾസാണ്, കരോട്ടിഡ് പൾസ് എന്ന് പറയും. നിങ്ങൾ 3 വിരലെടുക്കുക, അതിനുശേഷം കഴുത്തിന്റെ നടുക്ക് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാർഡ് ആയിട്ടുള്ള ഏരിയ, അതിനാണ് നിങ്ങളുടെ വിൻ പൈപ്പ് അഥവാ ട്രക്കിയ എന്ന് പറയുന്നത്. നമ്മൾ ശ്വാസം എടുക്കുന്ന കുഴലാണത്. അതിനുശേഷം നമ്മൾ സൈഡിലേക്ക് കൊണ്ടുപോകുക. സൈഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കുഴു ഫീൽ ചെയ്യും. ആ ഒരു ഏരിയയിൽ 5 to 10 സെക്കൻഡ്സ് എന്നാ പറയാം, 5 തൊട്ട് 10 സെക്കൻഡ് വരെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു മിടിപ്പ് ഫീൽ ചെയ്യും. പൾസ് കിട്ടുന്നില്ല. നമ്മൾ ഇനി നോക്കേണ്ടത് ആള് ശ്വാസം എടുക്കുന്നുണ്ടോ എന്നാണ്. അതായത് ചെസ്റ്റ് മൂവ്മെന്റ്സ്, നെഞ്ചിന്റെ മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് നോക്കുന്നത്. അത് നോക്കാനായിട്ട് നമ്മൾ ആളിന്റെ സൈഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചരിഞ്ഞു നോക്കുക. അതായത് ചെസ്റ്റ് ഏതെങ്കിലും രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ആളിന് പൾസും കിട്ടുന്നില്ല, ആൾ ശ്വാസം എടുക്കുന്നില്ല. അതിനർത്ഥം ഹൃദയം നിന്നു പോയിരിക്കുന്ന അവസ്ഥയിലാണുള്ളത്. അത് വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. നമ്മൾ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള CPR എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് നമ്മൾ CPR ചെയ്യുന്നു, CPR ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഹൃദയം പെട്ടെന്ന് നിന്ന് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയണം. ഹൃദയമാണ് നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള എല്ലാ അവയവങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്ന ഓർഗൻ. ഈ രക്തം വഴിയാണ് ബാക്കിയുള്ള എല്ലാ ഓർഗൻസിലേക്കും ഓക്സിജൻ എത്തുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ ആയിക്കോട്ടെ, നമ്മുടെ കിഡ്നി ആയിക്കോട്ടെ, നമ്മുടെ ലിവർ ആയിക്കോട്ടെ. പെട്ടെന്ന് ഹൃദയം നിന്ന് പോകുമ്പോൾ ഈ ഒരു ബ്ലഡ് സപ്ലൈ അങ്ങ് കുറയുന്നു, ഓക്സിജൻ എങ്ങും കിട്ടുന്നില്ല. അത് കുറച്ച് നിമിഷം കഴിയുമ്പോഴത്തേക്കിനും ഈ ഓർഗൻസ് എല്ലാം നശിച്ചു പോകാനുള്ള കാരണമായി മാറും. നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്തോ ഒരു പ്രത്യേക കാരണം കൊണ്ട് ഹൃദയം പെട്ടെന്ന് അങ്ങ് നിന്ന് പോയിരിക്കുകയാണ്. നമ്മൾ എക്സ്റ്റേണലി പുറത്തു നിന്നൊരു ഫോഴ്സ് കൊടുത്ത് ഹൃദയത്തിനെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണന്റ് ആണ് ചെസ്റ്റ് കംപ്രഷൻസ്, അഥവാ നമ്മൾ നെഞ്ചിനെ അമർത്തുന്ന പ്രോസസ്സ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ എവിടെയാണ് കംപ്രഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എത്ര തവണ കൊടുക്കണം, ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെയാണ് കംപ്രഷൻസ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നെഞ്ചിന്റെ നടുക്ക് ഭാഗം, അതായത് സെന്റർ ഓഫ് ദി ചെസ്റ്റ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? 3 ഫിംഗർ എടുക്കുക. അതിനുശേഷം നമ്മുടെ കഴുത്തിന് നടുക്ക് വെക്കുക. അവിടുന്ന് നേരെ താഴേക്ക് വരിക. താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ നെഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഒരു ഹാർഡ് ആയിട്ടുള്ള ബോൺ ഫീൽ ചെയ്യാൻ പറ്റും. ആ ബോണിന് പറയുന്ന പേരാണ് സ്റ്റേൺ അഥവാ ബ്രസ്റ്റ് ബോൺ എന്ന് പറയും. അവിടുന്ന് കുറച്ചുകൂടെ താഴേക്ക് വന്നാൽ 2 നിപ്പിളിന്റെ നടുക്ക് ഭാഗത്ത് ആ ബ്രസ്റ്റ് ബോൺ ഫീൽ ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ് നമുക്ക് പുഷ് ചെയ്യേണ്ട പോയിന്റ്. എല്ലാവരും വിചാരിക്കും ഹൃദയം ലെഫ്റ്റ് സൈഡിലാണുള്ളത്, അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിലേക്കാണ് പുഷ് ചെയ്യേണ്ടത്. അല്ല, ചെസ്റ്റിന്റെ നടുക്ക് ഭാഗത്താണ് പുഷ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണ് കംപ്രഷൻ കൊടുക്കേണ്ടത്? അതിന് നമ്മൾ നമ്മുടെ 2 കൈ യൂസ് ചെയ്യണം. നമ്മൾ ആദ്യം വെക്കുന്ന കൈ, അതായത് ആളുടെ നെഞ്ചിൽ ആദ്യം വെക്കുന്ന കൈയുടെ ഈ ഭാഗമായിരിക്കണം നമ്മൾ വെക്കേണ്ടത്, ഈ ഒരു ഭാഗം. ഇതിനുശേഷം അടുത്ത കൈ എടുത്തതിന് ശേഷം ഈ കൈയുടെ മുകളിൽ വെക്കുക. ഇതിന് ലോക്കിംഗ് എന്നാ പറയാം. നമ്മൾ കൈയുടെ ഈ ഭാഗം സെന്ററിൽ വെച്ചു, മറ്റേ കൈ അതിന് മുകളിൽ വെച്ച് ലോക്ക് ചെയ്തു. അതിനുശേഷം സെന്റർ ഓഫ് ദി ചെസ്റ്റ് സെന്ററിൽ വെക്കുക. നമ്മുടെ കൈയുടെ മുട്ട്, എൽബോ എന്ന് പറയും, അത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അത് വളയാൻ പാടില്ല, ഇങ്ങനെ ആവാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അതിനുശേഷം പുഷ് ചെയ്യുക താഴേക്ക്. 1 2 3 4 5 6 അങ്ങനെ 30 ടൈംസ്, 30 തവണയാണ് നമ്മൾ കംപ്രഷൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ എത്ര ഡെപ്തിൽ നമ്മൾ പുഷ് ചെയ്യണം. അതായത് ഒരു 5 സെന്റിമീറ്റർ ആണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു 2-2.5 ഇഞ്ച്, ഏകദേശം ഇത്രയും വരും. അത്രയും ഡെപ്തിൽ നമ്മൾ പുഷ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുള്ളൂ. നമ്മൾ പുഷ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഹാർട്ടിന് റീഫിൽ ചെയ്യാനുള്ള സമയം കൊടുക്കണം. അത് നമ്മൾ ജസ്റ്റ് പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയല്ല വേണ്ടത്, പുഷ് ചെയ്തിട്ട് മുകളിലേക്ക് റീകോയിൽ ചെയ്യാനുള്ള ടൈം കൊടുക്കുക.
ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയാണ് നമ്മൾ CPR കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്ത് ടെക്നിക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ എത്ര ഡെപ്തിലാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എത്ര തവണയാണ് കൊടുക്കേണ്ടത്. 30 ടൈംസ് ആണ്, 30 തവണയാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ 30 തവണ എണ്ണിയതിന് ശേഷം 2 ബ്രെത്ത് കൊടുക്കാം. നമ്മുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽപ്പെട്ട ഒരാളോ ആണ് വീണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് 2 ബ്രെത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ അയാളുടെ മൗത്തിന്റെ അവിടെ വെച്ചതിന് ശേഷം 2 ബ്രെത്ത്, നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുന്ന പോലെ 2 തവണ അയാളുടെ വായിലേക്ക് ബ്രീത്ത് ചെയ്യാം. പക്ഷേ നമ്മൾ അറിയാത്ത ഒരാളാണ്, ഒരു സ്ട്രേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ, ബിക്കോസ് അവർക്കുള്ള എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി നമ്മളിലേക്ക് പകരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് കംപ്രഷൻസ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാൻ പറഞ്ഞ കംപ്രഷൻസ് 30 തവണ എണ്ണി കൊടുക്കുക, അതിനുശേഷം പിന്നെയും 1 തുടങ്ങി 30 തവണ കൊടുക്കാം. അങ്ങനെ 5 തവണ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആവും. അതാണ് ഒരു സൈക്കിൾ ഓഫ് CPR എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പിന്നീട് ഒന്നുകൂടെ പൾസ് നോക്കാവുന്നതാണ്, അതായത് കരോട്ടിക് പൾസ്. നമ്മൾ ആദ്യം നോക്കിയതുപോലെ തന്നെ പൾസ് നോക്കുക. പൾസ് നോക്കി പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ആളിന്റെ ഹൃദയം പിന്നെയും ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആംബുലൻസ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം, ആളിനെ നോക്കാം, ആളിന് പിന്നെയും പൾസ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അതല്ല, നിങ്ങൾ 2 മിനിറ്റിന് ശേഷം നിങ്ങൾ പൾസ് നോക്കി പൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും CPR കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ടാണ് ഇതൊരു വളരെ ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കഴിവതും എല്ലാവരും ഇത് പഠിക്കണം, ഇതിനെപ്പറ്റി അറിയണം എന്ന് പറയുന്നത്. അതായത് ഒരാൾ ചെയ്തതിന് ശേഷം 2 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു, പൾസ് നോക്കി പൾസ് കിട്ടുന്നില്ല, അടുത്ത ആൾ സ്വിച്ച് ചെയ്യണം. അതായത് ഇത് അറിയുന്ന വേറൊരാളും കൂടെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്ത ആൾക്ക് മാറിയിട്ട് അയാൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ആംബുലൻസ് വരുന്നവരെ അല്ലെങ്കിൽ എമർജൻസി റെസ്ക്യൂ ടീം വരുന്നവരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് CPRനെ ഒരു ലൈഫ് സേവിങ് ആക്ട് എന്ന് പറയുന്നത്. ലിറ്ററലി നിന്ന് പോയൊരു ഹൃദയത്തിന് പുറത്തുനിന്ന് നമ്മൾ ഫോഴ്സ് കൊടുത്ത് ബാക്കിയുള്ള പ്രധാനപ്പെട്ട എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യാൻ നമ്മളുടെ ഈ ഒരു ചെസ്റ്റ് കംപ്രഷൻ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിനും കുഴഞ്ഞു വീഴുന്ന കണ്ട ഒരു ഹെസിറ്റേഷനും കൂടാണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് CPR സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ജീവനെ രക്ഷിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. സോ ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് ടൈം ബി എ ലൈഫ് സേവർ.